ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കാരമൽ പൗഡറാണ് ആൻഡ് അതിൻ്റെ കൂടെ ഉള്ളത് ഒരു കാരമലിൻ്റെ ലിക്വിഡും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇൻഗ്രീഡിയൻസും എഴുതിയിട്ടുണ്ട് ആൻഡ് ഇത് ആക്ച്വലി വെരി ക്വിക്ക് ആൻഡ് ഈസി ആണ് ഉണ്ടാക്കാൻ വേണ്ടി. ആൻഡ് ഇതിലാകെ ആവശ്യമുള്ള പാല് മാത്രമാണ്, പിന്നെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഒരു സോപ്പാനാണ്, നമുക്കത് എടുത്ത് വെക്കാം. ആൻഡ് ആവശ്യമുള്ള പിന്നെ ഉള്ളത് ഒരു മിൽക്കാണ്. അതിന് 568 ml ആണ് വേണ്ടത്. നമ്മൾ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ടണം, മെഷർ ചെയ്തെടുക്കണം. ഇതിൽ 568 ml എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 2 കപ്പ് പാലെടുക്കാം. ഒരു കപ്പിന് ഒരു ഏകദേശം 250 ml ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 2 കപ്പ് എടുക്കാം. അത് നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. നമ്മൾ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് പാൽ കൊണ്ട് കുറച്ച് നമുക്ക് ചൂടാക്കി അവിടെ വെക്കാം. ഇത് ആക്ച്വലി നമ്മൾ ബോയിൽ ചെയ്യുന്ന അവിടം വരെ നമ്മൾ നിർത്തണം. എന്നിട്ട് ബോയിൽ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് ആകുമ്പോൾ നമ്മളിത് പുറത്തോട്ട് എടുത്തിട്ടാണ് നമ്മൾ ആ പൗഡർ ഇടണം. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചാൽ അത് ശരിയാക്കില്ല. ഏകദേശം തിളക്കാറായിട്ടുണ്ട്. ഏകദേശം തിളക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൗഡർ തന്നെ ആഡ് ചെയ്യണം. ആദ്യത്തെ ഞാൻ നൈറ്റ് യൂസ് ചെയ്തിട്ട് വർക്കായില്ല. അപ്പോൾ ചിത്താസ് യൂസ് ചെയ്യണം. നമുക്ക് ഇത്ര ഉണ്ട്. നമുക്ക് ഇത് ഫുൾ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് ഓണാക്കിയിട്ട് നമുക്കത് ആ കുറുകി ഒന്ന് വരുന്നവരെ നമുക്കൊന്നുകൂടി ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ 2 minutes നമ്മളത് ബോയിൽ ചെയ്യാനാണ് അതിൽ എഴുതിയിട്ടിരിക്കുന്നത്. നമുക്ക് 2 minutes നമുക്ക് ബോയിൽ ചെയ്യാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനി നമുക്ക് നിർത്താം. നമ്മളൊരു ബോക്സ് എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ സിറപ്പ് നമുക്ക് ഒഴിക്കാം.
നോക്കി കാരമൽ സിറപ്പ് ഏറ്റവും അടിയിലാണ് കാരമൽ സിറപ്പ് വരേണ്ടത്. അപ്പം നമുക്ക് കാരമൽ സിറപ്പ് ഒഴിക്കാം. ഇനി ഇത് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ബോട്ടം ലെയർ ഫുള്ള് നല്ല ഗ്ലാസ് പോലെ ഇങ്ങനെ വരും. ഇനി ഇത് സെറ്റ് ആകുമ്പം ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ പാല് നമുക്ക് ഒഴിക്കാം. നമ്മളിത് ഒഴിക്കുമ്പോൾ ആക്ച്വലി ഇത്ര ഫോഴ്സ് ഒഴിക്കരുത്, ഇത്തിരി പതുക്കെ ഒഴിക്കണം. കാരണം ഞാൻ ഒഴിച്ചപ്പോൾ കാരമൽ ഇത്തിരി അവിടെ വരുമെന്ന് വെച്ചാൽ ആ ഫോഴ്സ് വരുന്ന ഭാഗത്തിൽ കാരമൽ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് അവിടെ മാത്രം കാരമൽ ഇല്ലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മോൾ വേർഷൻസ് ആണ് വേണ്ടെങ്കിൽ 4 ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സ് സെയിം സാധനം ചെയ്താൽ മതി. പിന്നെ നമുക്കിത് കൂൾ ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതിന് ഇനി ഫ്രിഡ്ജിൽ 2 to 4 hours ചെയ്യണം. ഇനി ആ സ്മോൾ കണ്ടെയ്നേഴ്സ് ചെയ്യുന്നതാണെങ്കിൽ 1 hour വെച്ചാൽ മതി. നമുക്കിതിൻ്റെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് കൂളായിട്ട് നമുക്കിതിന് ഫ്രിഡ്ജിൽ വെച്ച് 2 to 4 hours വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗായ്സ് ഇത് ഓൾറെഡി ഇപ്പോൾ ഒരു 3 മണിക്കൂറായി. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നല്ല ജെല്ലി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ സൈഡ് അത് അവിടെ ഒട്ടിയിരിക്കരുത്, അത് ഒട്ടാതെ രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ അതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇപ്പോൾ ഈ പ്ലേറ്റിലോട്ട് നമുക്ക് മറിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മളത് മറിച്ചിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇത്തിരി ഇത് ഇങ്ങനെ പോലെ അത് നോർമലായിരിക്കും. നല്ല സിറപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നോക്കിയാൽ കാണാം നല്ല സിറപ്പായിട്ട് ഒഴിവായിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിരിക്കുക. നല്ലൊരു ജെല്ലി ടെക്സ്ചറിലുണ്ട്. ആക്ച്വലി ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം. നല്ല സ്മൂത്തായിട്ടോ. നോർമൽ ജെല്ലി ടെക്സ്ചറാണ്, നല്ല സ്വീറ്റാ, വെരി നൈസ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്ന സാധനമാണ്. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം നിങ്ങളത് കടയിൽ പോയിട്ട് അങ്ങനത്തെ സിസ്റ്റം മേടിക്കുക. അല്ലാതെ അത് അങ്ങനത്തെ അല്ലാതെ വേറെ നമുക്ക് മേടിക്കാനല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ സാധനം. ആക്ച്വലി ഷുഗറൊക്കെ കാരമലൈസ് ചെയ്യുവാണെങ്കിൽ സിറപ്പ് കേട്ടോ. അതുപോലെ നമുക്ക് വീട്ടിൽ ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഞങ്ങൾ ഈസി ആക്കി ഇത്തിരി കൂടെ ക്വിക്ക് ആക്കാൻ വേണ്ടി ഞങ്ങളിത് മേടിച്ചാണ്. മസ്റ്റ് ട്രൈ ആണ്, വെരി ഗുഡ് ആട്ടോ. അപ്പം ബൈ.